ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സൈ ലേണിംഗ്. ഇറ്റ്സ് മീ അനസ് അബ്ദുൽ നസാർ. എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ടെക്സ്റ്റ് ഫയലിനകത്താണെങ്കിൽ റീഡിംഗ് മെത്തേഡ്സിലും റൈറ്റിംഗ് മെത്തേഡ്സിലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും പരീക്ഷയ്ക്ക് വരുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. അത് ബേസ്ഡുള്ള ക്വസ്റ്റ്യൻസുകൾ വരാറുണ്ട്. അപ്പോൾ എന്താണ് റീഡിംഗ് റൈറ്റിംഗ് മെത്തേഡ്സുകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. യെസ്, റീഡിംഗ് മെത്തേഡ്സുകൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ആണ് റീഡ് മെത്തേഡ്. അപ്പോൾ അവിടെ ഉപയോഗിക്കേണ്ട ആക്സസ് മോഡ് നമ്മളെ ആർ മോഡ് തന്നെ ആയിരിക്കണം. ആർ മോഡ് അല്ലെങ്കിൽ ആർ പ്ലസ് മോഡ് അല്ലെങ്കിൽ W+ മോഡ് യൂസ് ചെയ്യാം. പ്ലസ് മോഡുകൾ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ വെക്കാം ഫയൽ ഒബ്ജക്റ്റ് ഡോട്ട് റീഡ് എൻ എന്നാണ് അതിൻ്റെ സിൻടാക്സ് വരുന്നത്. അതായത് സ്പെസിഫൈഡ് നമ്പർ ഓഫ് ബൈറ്റ്സുകളെ ആണെങ്കിൽ റീഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന നമുക്കെന്ത്, നമുക്ക് നമ്പർ ഓഫ് ബൈറ്റ്സുകൾ നമുക്ക് അതിനെ മാത്രം റീഡ് ചെയ്താൽ മതി. അതിന് ഉപയോഗിക്കുന്ന നമുക്കെന്ത്, ഈ പറഞ്ഞ റീഡ് മെത്തേഡ് എന്ന് പറയുമ്പോൾ, ഫോർ എക്സാമ്പിൾ നമ്മുടെ റൈറ്റിംഗ് കണ്ടന്റ് ഇതാണ്. നമ്മുടെ റൈറ്റിംഗ് കണ്ടന്റ് ഫോർ എക്സാമ്പിൾ വെക്കാം. ഒരു ഫയൽ ഓപ്പൺ ചെയ്തു, ആർ മോഡിൽ ഓപ്പൺ ചെയ്തു. മൈ ഒബ്ജക്റ്റ് ഡോട്ട് റീഡ് ബ്രാക്കറ്റ് 10 എന്ന് പറയുമ്പോൾ ഫസ്റ്റ് 10 ക്യാരക്ടേഴ്സ് നമുക്ക് റീഡ് ആയിട്ട് വരും. അപ്പോൾ ഈ ഫയലിലുള്ളൊരു കണ്ടന്റ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. എന്താ നമ്മളാണ് ഈ ഒരു സ്ട്രിങ് ആണ് കൊടുത്തേക്കുന്നത് കേട്ടോ. ഹലോ എവരി വൺ, ഓക്കെ, റൈറ്റ് ഇൻ മൾട്ടി ലൈൻ സ്ട്രിങ്സ്, ദിസ് ഈസ് തേർഡ് ലൈൻ എന്നാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ എന്താണ് ഇതിനകത്ത് ഫസ്റ്റ് 10 ക്യാരക്ടേഴ്സ് എന്ന് പറയുമ്പോൾ 1 2 3 4 5 6 സ്പേസ് കൂട്ടണം, 7 8 9 10 ഹലോ എവർ വരെയാണ് ഫസ്റ്റ് 10 ക്യാരക്ടേഴ്സ് എന്ന് പറയുമ്പോൾ. ആ ഫസ്റ്റ് 10 ക്യാരക്ടേഴ്സ് റീഡ് ആയിട്ട് വരും. ഇതാണ് മക്കളെ എന്ത്, റീഡ് ഫംഗ്ഷൻ. ഇപ്പോൾ ഒരു പക്ഷേ ഇപ്പോൾ റീഡ് ഫംഗ്ഷന്റെ ബ്രാക്കിൽ നമ്മൾ ആർഗ്യുമെന്റ്സ് ഒന്നും കൊടുത്തില്ല, അല്ലെങ്കിൽ നെഗറ്റീവ് ആർഗ്യുമെന്റ് ആണ് കൊടുക്കുന്നതെങ്കിൽ അവിടെ നമ്മുടെ ഫയൽ കണ്ടന്റ് ഫുള്ളായിട്ട് റീഡ് ആയിട്ട് വരും. ഫയൽ കണ്ടന്റ് ഫുൾ എന്ന് പറഞ്ഞാൽ ഇത്രയാണ്. ആ ഫയൽ കണ്ടന്റ് ഫുള്ളായിട്ട് എൻ്റയർ ഫയൽ കണ്ടന്റ് ഫുള്ളായിട്ട് റീഡ് ആയിട്ട് വരും. ക്ലിയർ ആണ് മക്കളെ? യെസ്. നെക്സ്റ്റ് നോക്കാം, റീഡ് ലൈൻ എൻ മെത്തേഡ് എന്ന്. റീഡ് ലൈൻ എന്ന് പറയുമ്പോൾ ഒരു 1 കംപ്ലീറ്റ് ലൈനെ റീഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന നമുക്ക് റീഡ് ലൈൻ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ, ഒരു 1 കംപ്ലീറ്റ് ലൈനെ റീഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് റീഡ് ലൈൻ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ. ഓക്കെ, ഇവിടെ വെക്കാം. അപ്പോൾ ന്യൂ ലൈൻ ക്യാരക്ടർ വരെയാണ് നമുക്ക് ഇത് വരുന്നത്. അതായത് ഇവിടെ വെക്കാം മൈ ഒബ്ജക്റ്റ് ഇസ് ഇക്വൽ ടു ഓപ്പൺ മൈ ഫയൽ ഡോട്ട് TXT ആർ മോഡിൽ. അപ്പം റീഡ് ലൈൻ 10 എന്ന് പറയുമ്പോൾ ആ ഫസ്റ്റ് 10 ക്യാരക്ടേഴ്സ് റീഡ് ആയിട്ട് വരും. ഇപ്പം അതല്ല, നമ്മുടെ റീഡ് ലൈനിന്റെ ബ്രാക്കറ്റിൽ നമ്മൾ ഒരു ക്യാരക്ടേഴ്സുകളും അല്ലെങ്കിൽ ഒരു ആർഗ്യുമെന്റ്സുകളും കൊടുത്തില്ല, നെഗറ്റീവ് ആർഗ്യുമെന്റ് ആണെങ്കിൽ ആർഗ്യുമെന്റ്സ് ഒന്നും കൊടുത്തില്ല എങ്കിൽ ഒരു കംപ്ലീറ്റ് ലൈൻ ഫുള്ളായിട്ട്, ഒരു കംപ്ലീറ്റ് സ്ട്രിങ്, ഇതെന്ന് പറയുമ്പോൾ സ്ട്രിങ് ഫയൽ കണ്ടന്റ് ഫുൾ അല്ല, കംപ്ലീറ്റ് ലൈൻ മാത്രം റീഡ് ആയിട്ട് വരും. അതാണ് മക്കൾ എന്ത്, ഈ പറഞ്ഞ റീഡ് ലൈൻ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. നെക്സ്റ്റ് റീഡ് ലൈൻസ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ പറഞ്ഞുള്ള ഫയൽ കണ്ടന്റ്, നമ്മുടെ ഫയൽസിലുള്ള എല്ലാ ലൈൻസിനെയും റീഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന നമുക്ക് എന്ത്, ഈ പറഞ്ഞ റീഡ് ലൈൻസ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ. ഫോർ എക്സാമ്പിൾ മൈ ഒബ്ജക്റ്റ് ഡോട്ട് റീഡ് ലൈൻസ് എന്ന് പറയുമ്പോൾ നമ്മളതിനകത്തുള്ള എല്ലാ ഫയൽസിനെയും ഇവിടെ റീഡ് ആയിട്ട് വരും. അതാണ് റീഡ് ലൈൻസ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ. നെക്സ്റ്റ് എടുത്ത് നോക്കാം, റൈറ്റിംഗ് ഫംഗ്ഷൻസ് അല്ലേ. റൈറ്റിംഗ് ഫംഗ്ഷൻസുകളാണ് നമ്മൾ ആദ്യമേ പറയേണ്ടതായിരുന്നു. ഇവിടെയൊക്കെ റൈറ്റ് ലൈൻ ഫസ്റ്റ് മെത്തേഡാണ് നമുക്ക് എന്ത്, റൈറ്റ് മെത്തേഡ്. നമുക്കൊരു സിംഗിൾ സ്ട്രിങ്ങിനെ ആണെങ്കിൽ നമുക്ക് കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ റൈറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് റൈറ്റ് മെത്തേഡ് എന്ന് പറയുമ്പോൾ. ഫോർ എക്സാമ്പിൾ മൈ ഒബ്ജക്റ്റ് സിംഗിൾ 5 ഒരു റൈറ്റ് മോഡിൽ ഓപ്പൺ ചെയ്തു. എന്നിട്ട് മൈ ഒബ്ജക്റ്റ് റൈറ്റ് ഐ ഹാവ് സ്റ്റാർട്ടഡ് ഹാഷ് യൂസിങ് ഫയൽസ് ഇൻ പൈത്തൺ. അപ്പോൾ എന്താ അവിടെ റൈറ്റ് ചെയ്തപ്പോൾ നമ്പർ ഓഫ് ക്യാരക്ടേഴ്സോട് റിട്ടേൺ ആയിട്ട് വന്നു. ഇതാണ് നമുക്ക് എന്ത്, റൈറ്റ് മെത്തേഡ് എന്ന് പറയും അല്ലേ. റൈറ്റ് മെത്തേഡ് എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് ഓർത്തിരിക്കുക. നെക്സ്റ്റ് അടുത്ത് നോക്കുക, എന്താണ് റൈറ്റ് ലൈൻസ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ സ്ട്രിങ്സിനെ അഥവാ മൾട്ടിപ്പിൾ ലൈൻസിനെ നമുക്ക് റൈറ്റ് ചെയ്യാൻ പറ്റും. അതാണ് റൈറ്റ് ലൈൻസ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ. ഓക്കെ, ഇവിടെ നോക്കാം, ഇവിടെ നമ്മൾ ഒരു സ്ട്രിങ്, 2 സ്ട്രിങ്, 3 സ്ട്രിങ്, അപ്പോൾ മൾട്ടിപ്പിൾ സ്ട്രിങ്സിനെ നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ മൾട്ടിപ്പിൾ സ്ട്രിങ്സിനെ നമുക്ക് നമ്മളെ ഈ റൈറ്റ് ലൈൻസ് ഫംഗ്ഷൻ ഉപയോഗിച്ച് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇത് ലിസ്റ്റിലോട്ട് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചു. വേണമെങ്കിൽ ഡയറക്റ്റ് വേണമെങ്കിൽ കൊടുക്കാം, കോമന്റ് വേണമെങ്കിൽ കൊടുക്കാം, അതല്ല ലിസ്റ്റിൽ വേണമെങ്കിൽ കൊടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ റൈറ്റ് ലൈൻസ് ബ്രാക്കറ്റിൽ ലൈൻസ് കൊടുത്തു. അപ്പോൾ ആ മൾട്ടിപ്പിൾ ലൈൻസ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ സ്ട്രിങ്സിനെ അലോക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് റൈറ്റ് ലൈൻസ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ. കൃത്യമായിട്ട് ഓർത്തിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മക്കൾ എന്ത്, ഈ പറഞ്ഞ റീഡിങ് റൈറ്റിംഗ് മെത്തേഡ്സുകൾ എന്ന് പറയുമ്പോൾ ഈ ടെക്സ്റ്റ് ഫയലുള്ള ഈ കാര്യങ്ങൾ ഓർത്തിരിക്കുക. വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്ക് തന്നെയാണ്. സോ ഓൾ ദ ബെസ്റ്റ്.